നമസ്കാരം, ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അപ്പോൾ സമയം 9:08 മാർക്കറ്റ് 42 പോയിന്റാണ് അപ്പായിരിക്കണേ. 42 പോയിന്റ്. അപ്പോൾ ഇന്നലെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറയുന്ന പോലെ മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ അപ്പായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ റെക്ടാങ്കിൾ ബോക്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ റെക്ടാങ്കിൾ ബോക്സ്. അത് കുറച്ചും കൂടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയാൻ വേണ്ടി, അങ്ങനെ കൺഫേം ആയിട്ടല്ല, ഏകദേശം ഒരു റിവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 500 ഇത് മാർക്കറ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രൈക്കാണ്. ഓക്കെ, ഇതാണ് ഇന്നലത്തെ ചാർട്ട്. ആ ചാർട്ടിൽ റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഇന്നലെ കോൺസെൻട്രേഷൻ ചെയ്തത്. റെക്ടാങ്കിൾ ബോക്സിന്റെ കറക്റ്റ് ടിപ്പിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സായി 24,108 ബ്രേക്ക് ചെയ്ത് 2 റെക്ടാങ്കിൾ ബോക്സും കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് വന്നത്. അപ്പൊ 24,358 എന്നൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 42 പോയിന്റ് മാർക്കറ്റിൽ അപ്പ് കാണിച്ചിരിക്കുന്നത്. ആ അപ്പ് എവിടം വരെ വരാം? മാക്സിമം ഒരു കറക്റ്റ് ആയിട്ടൊരു ലെവല് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ നമുക്കൊരു റെക്ടാങ്കിൾ ബോക്സ് വരച്ചിടാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് 24,408ഉം 24,374. ആ ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. 24,358 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ 24,322 ഭാഗത്തേക്കായിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അവിടെ കൺസോൾട്ടേഷൻ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ സോണാണ്. അപ്പൊ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇൻഡെക്സിലൊന്നും നോക്കാനില്ല. അതുകൊണ്ട് നേരെ സ്ട്രൈക്കിലേക്ക് പോകുന്നു. സ്ട്രൈക്കിൽ ഇന്നലെ 270 എടുത്തതാണ് 500 വരെ മാർക്കറ്റിലെ മൂവ്മെന്റ് കിട്ടിയത്. അപ്പൊ ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 24,200ന്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. 24,200ന്റെ കഴിഞ്ഞ ദിവസത്തെ ലെവലുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇന്ന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ആ ചാർട്ട് ആ വഴി അങ്ങ് പോകാം. കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 220 മുകളില് മാർക്കറ്റ് പോയി 235 മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റിന്റെ RSI അപ്പർ സൈഡിലേക്കാണ്. അപ്പോ 235 കൺസോൾട്ടേഷൻ സോണാണ്. ആ 235 എന്തായാലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യും. 196 40 പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വാല്യൂ കണക്കാക്കി കഴിഞ്ഞാൽ 220 215 ആദ്യം കൺസോൾട്ടേഷൻ ചെയ്യും. അപ്പോ 220 230 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവ്മെന്റ് 235 അതിനുശേഷം ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 255 275 315 332 ഇതൊക്കെയാണ് സിയുടെ ടാർഗറ്റുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത്. അത് 255 ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഡയറക്റ്റ് 275 315 332 ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സിയിലെ കണക്കൂട്ടലുകൾ. അപ്പോൾ എപ്പോഴാണ് അത് ഡൗണിലേക്ക് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 215 ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്രോക്സിമേറ്റ്
185 താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേപോലെ പിയുടെ സ്ട്രൈക്ക് ഞാൻ നോക്കുന്നത് അപ്രോക്സിമേറ്റ് 24,500 പി ആണ് ഞാൻ നോക്കുന്നത്. അതില് മാർക്കറ്റ് താഴത്ത് പോയി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് വന്നാൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ 180ക്ക് മുകളിലോട്ട് വന്നാൽ 197. അതാണ് എൻ്റെ ഇന്നത്തെ ആദ്യത്തെ കോൺസെൻട്രേഷൻ. 197 ആദ്യത്തെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് ഒരു കൺസോൾട്ടേഷൻ സോൺ. അവിടെ ഏരിയ ആണ് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ക ഒരു ലെവല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഏകദേശം 240 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ്. അതൊക്കെ മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ 285 എന്നുള്ളത് ഒരു 280 ആക്കി ഇടാം. ബഫർ സോണും കൂടെ കീപ്പ് ചെയ്യും. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ടാർഗറ്റ്. ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമേ 344 കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. ട്രെയിലിംഗ് ആയിട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ലെവൽ. അപ്പൊ എപ്പോഴാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു മടക്ക്, RSIയിൽ ഒരു മടക്ക് വരണം. അതേപോലെ 180 മുകളിലോട്ടുള്ള മൂവ് കിട്ടണം. RSI ക്രോസ് ഓവർ ആയെന്നും പറഞ്ഞ് ചാടി കയറാൻ പറ്റില്ല. കാരണം താഴത്തുനിന്ന് 180 പോയി റീടെസ്റ്റ് അടിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 180 മുകളില് നല്ലൊരു മൂവ് കിട്ടണം. ഹൈ വോളിയം RSI ക്രോസ് ഓവറും കൂടെ കിട്ടണം. ഇൻ കേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ RSI സി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അത് ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ സിയിൽ 215 ആദ്യം നോക്കും. അതിനുശേഷം 235 ലെവലിലേക്കായിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ മനസ്സിൽ കാണുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ടാണ്. 30 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 1 അവറിൽ അപ്പർ സൈഡാണ്. മൂന്നും അനുകൂലമായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ വലിയ റൈഡൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ 150 പോയിന്റിന്റെ റൈഡ് ഉണ്ടായത്. 15 മിനിറ്റ്സും എല്ലാം ഒരേപോലെ നിന്നതുകൊണ്ടാണ് ഇന്നലെ അത്രയും വലിയൊരു റൈഡ് മാർക്കറ്റിൽ കിട്ടിയത്. 220 റിജക്ട് ചെയ്ത് നിൽക്കുന്നത്. 225, 227, 231, 232, 237. ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സിയിലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 220 മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 235 ഭാഗത്തേക്ക്. അതിന്റെ പൊക്കത്ത് ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, 239. ആ വൈറ്റ് ഡോട്ടിലെ ബ്ലൂ ലൈൻ ഞാനെടുത്ത് മാറ്റിയതാണ്. ആദ്യമേ അവിടെ ഒരു വൈറ്റ് ഡോട്ടിലെ ഒരു ബ്ലൂ ലൈൻ ഉണ്ടായിരുന്നു. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ റിജക്ഷൻ ആവും. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് മാറ്റിയത്. 246 RSI അനുകൂലമാണ്. 220 മുകളിലോട്ട് പോയ 235, 249, 250, 30 പോയിന്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പണി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആണ്. അതിൽ ഒരു 21 പോയിന്റിൽ 250 എത്തുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം 220 ട്രെയിൽ ചെയ്തിട്ടാലും കുഴപ്പമില്ല. കാരണം മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് പിയിലേക്ക് വരണം. എപ്പോൾ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSIയുടെ ക്രോസ് ഓവർ കിട്ടിയാൽ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, ഓപ്പോസിറ്റും ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിന് മുകളിൽ പോയാൽ 275 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. എപ്പോഴാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ധൃതി ഒന്നും പിടിച്ചിട്ടൊരു കാര്യമില്ല. 165 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 195 മൂവ് കിട്ടത്തുള്ളൂ. 180 മുകളിലോട്ട് പോയാൽ 195 SMA ആ ലെവലും കൂടെ പിടിക്കും. അല്ലാത്ത ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ മാർക്കറ്റ് സി തന്നെയാണ്. ഈ വൈറ്റ് ഡോട്ടിൽ റിജക്ഷൻ ആണ്. സെക്കൻഡ് ഒരു വൈറ്റ് ഡോട്ടും കൂടെ ഉണ്ട്. ആ 2 വൈറ്റ് ഡോട്ടും കൂടെ കഴിഞ്ഞാല് മാർക്കറ്റ് 275 ഭാഗത്തേക്ക്, 270, കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യുന്നില്ല. 269 ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ് കിട്ടണം. അപ്പൊ ചെയ്യാവുന്ന പണി എന്താ? 2 ലോട്ട് എടുക്കുക, 120 എടുക്കുക.
150 ഒരെണ്ണം കൊടുക്കുക, 2000 രൂപ പ്രോഫിറ്റ് കയ്യിൽ വെക്കുക. ബാക്കിയുള്ള ഒരു ലോട്ട് 221 222 ബ്രോക്കറേജ് കാശ് കിട്ടുന്ന രീതിയിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇട്ടേക്കുക. കാരണം എന്തായാലും അത് തിരിച്ച് താഴത്തോട്ട് വരും. വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. വരുവോ വരാതിരിക്കോ സെക്കൻഡറിയാണ്. പക്ഷെ നമ്മൾ അതിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോയാൽ 269 വരെ പോകാം. അതൊക്കെ മേലെ പോയാൽ 275, 4 260 എന്നുള്ള ലെവൽ മാർക്കറ്റ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. 256 മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 260 ഭാഗത്തേക്കുള്ള സ്പേസ് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. RSI ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല. ഇത് പറയണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നവർ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രീ പ്ലാൻഡ് ആണ്. രാവിലെ പ്ലാൻ തെറ്റിപ്പോയാൽ അതനുസരിച്ചിട്ട് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് ധൈര്യത്തോടു കൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ പ്ലാനിങ് നടത്തി എടുക്കാനുള്ള മനോധൈര്യം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ എടുക്കണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ, 3 സെക്കൻഡിൽ മാർക്കറ്റ് 30 പോയിന്റ് മൂവ് ചെയ്തിരിക്കും. ഞാൻ അതുകൊണ്ടാണ് 9-7 ഒരു പ്രീ പ്ലാൻ ചെയ്ത് പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം തുടക്ക ടൈം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി കിട്ടിയില്ലെങ്കിൽ ഉടനെ ഓപ്പോസിറ്റ് പ്ലാൻ ബി വർക്കൗട്ട് ആക്കുക. 260 സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത സ്പേസ് ഇട്ടേക്കുന്നത് 270 ആണ്. അപ്പോ 270, 275 ലെവൽ മാർക്ക് ചെയ്തിട്ടേക്കണേ. അപ്പൊ മാർക്കറ്റ് 270 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 271.90 ഞാൻ വരച്ചിട്ടേക്കണത് അപ്രോക്സിമേറ്റ് 275 ആണ്. അപ്പൊ 220 270 വരെ 71 വരെ പോയി കഴിഞ്ഞാൽ 50 പോയിന്റ് ആണ്. 50 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് എത്രയായിന്ന്. ഒരാള് പണിയെടുത്താൽ കിട്ടുന്ന പൈസ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും മഴയും കൊണ്ടാ കിട്ടുന്നത് 1500 രൂപ. കരിങ്കല്ല് പണിക്കാരാണെങ്കിൽ 1800 കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ശ്രദ്ധാപൂർവം ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴത്തേക്കും വരട്ടെ, ബാക്കി വന്നെടുത്ത് വെച്ചിട്ട് കാണാം. ഈ ലെവലുകൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ട്രൈക്കിൽ വരച്ചു വെച്ച ലെവലുകളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ലെവലുകൾ അന്ന് വരച്ചു വെച്ചതിന്റെ പ്രാധാന്യം ഇപ്പോഴും അതിനുണ്ട്. എന്നാ വരച്ചു വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും വരച്ചു വെച്ചേക്കുന്ന ഡേറ്റ് ഈ ഒരു ഡേറ്റ് ആയിരിക്കണം, 24-ാം തീയതി, കഴിഞ്ഞ വ്യാഴാഴ്ച വരച്ചു വെച്ച ഡേറ്റ് ആയിരിക്കണം. പിന്നെ ട്രെയിൽ ചെയ്ത് പോയി. ട്രെയിൽ ചെയ്ത് പോകുമ്പോഴത്തേക്കുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോഫിറ്റബിൾ റേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതനുസരിച്ചിട്ട് വേണം ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ. അതായത് ഡെൽറ്റ വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു 100-150 നിൽക്കുന്ന പ്രൈസിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുമ്പോൾ 10 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആ 100 എന്നുള്ളത് 150 ആകുമ്പോൾ ഡിഫറൻസ് 10 എന്നുള്ളത് 15 ആവും. അത് 250 മേളിലോട്ട് പോകുമ്പോൾ ട്രെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 പോയിന്റ് ചിലപ്പോൾ നമുക്കൊരു 18 പോയിന്റ് ആക്കേണ്ടി വരും. അപ്പൊ അത് 300 മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൽ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25-30 പോയിന്റ് ആക്കേണ്ടി വരും. അത് 400 മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കേണ്ട ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് 50 പോയിന്റ് 60 പോയിന്റ് ആക്കേണ്ടി വരും. ഈ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അവരെ റിസ്ക് റിവാർഡ് ട്രെയിൽ ചെയ്ത് വെക്കുന്നത് 10-നും 20 പോയിന്റിനും ഇടക്കാണ്. അങ്ങനത്തെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് 400 പോയിന്റിന് മേലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ദാന്ന് പറയുമ്പോൾ അടിച്ചിട്ട് തിരിച്ചു കയറി പോകുന്നത്. ഡെൽറ്റ വാല്യൂ കൂടുമ്പോൾ വോൾട്ടാലിറ്റി കൂടും, ഫ്ലക്ച്വേഷന്റെ ഡെപ്ത് കൂടും. അപ്പോ 272.90 275 മാർക്ക് ചെയ്ത് വെച്ചിരിക്കണേ. എന്തായാലും എത്തോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം RSI മേളിൽ പോയിട്ട് തിരിയാനൊക്കെ ഉണ്ട്, സമയമുണ്ട്. ഇവിടെ ഒരു കർവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിയിൽ. അപ്പോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വര 275 ഞാൻ വര ഇന്നിട്ട് വെച്ചതല്ല, മുമ്പ് എപ്പോഴും ഇട്ട് വെച്ചതാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ഹൈ നോക്കിയേ, കറക്റ്റ് 275. ഇവിടെ കാണാം ഹൈ എന്നുള്ളത്. കറക്റ്റ് 275 മാർക്കറ്റ് ടച്ച് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്ക് ക്രോസ് ഓവറും കൂടെ ആയി കിട്ടി.
പിയിലെ മടക്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 200 ഭാഗത്തായിരിക്കും 196 ഭാഗത്തായിരിക്കും മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇപ്പം എടുക്കുന്നത് RSIയിൽ അലർട്ട് കിട്ടി, ക്രോസ് ഓവർ കിട്ടി, 220 കയറി 275 കൊടുത്തു. അതിനുശേഷം 150 എന്നുള്ള മൂവ് പിയിൽ കിട്ടി, അത് 195 തിരിച്ചു വന്നു, ക്രോസ് ഓവർ കയറി. അത് എവിടം വരെ പോകാം? 240 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. പിയിൽ ടാർഗറ്റിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്ന ഒരു ഏരിയ വളരെ കോംപ്ലിക്കേറ്റഡാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അതേപോലെ സിയിൽ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. പിന്നെ അതേപോലെ പിയിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടിയാലാണ് മുകളിലോട്ട് പോകുള്ളൂ. എനിക്ക് ഓൾവേസ് സിയിലും പിയിലും ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയത് കാരണം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നേരിട്ട് വിളിക്കാവുന്നതാണ്. ബാക്കി പുറകെ പറയാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. അത് നീണ്ടൊരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത്, അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ്. നിങ്ങൾക്കും ഇതും സാധിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി പറയാനുള്ളത്, പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം. ഒരാളുടെ പാളിച്ച എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതേപോലെ ഒരു ലോങ് ജേർണി, ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. ഡെയിലി അരിമേടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങു വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നേരിട്ട് വിളിക്കുക, നമുക്ക് സംസാരിക്കാം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. Trading is not a job to take money. Trading is the most spiritual experience you can have with money. Market is collective intelligence, literally like God. Be humble when you make profit. Actually, traders make good spouses. The market make you humble.